10 കന്യകമാർ. അല്പം താമസിച്ചെന്ന് തോന്നുന്നു. വേഗം വാ. പറഞ്ഞതുപോലെ വേറെ ആരെയും കാണുന്നില്ലല്ലോ. കസേരയെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. ഇനി നമുക്ക് മുൻപേ എങ്ങാനും അവർ അകത്തു പോയി കാണുമോ? ഒരിക്കലുമില്ല. പ്രാർത്ഥന ഉപവാസം വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ കൂടെ കാണാനുണ്ടല്ലോ. ഇനി അവരെയും കാണാൻ വരാതിരിക്കുമോ? ഒരിക്കലും പേടിക്കണ്ട. നമ്മൾ തക്ക സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കും. എന്നാൽ പിന്നെ തിരി താഴ്ത്തി വെച്ചിട്ട് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ പിന്നെ അവൻ വരുമ്പോഴേക്കും വിളക്കിലെ എണ്ണയെല്ലാം വറ്റി നമുക്ക് നിരാശരായി മടങ്ങേണ്ടി വരും. ശരിയാ. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയൻ വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി സ്തുതിച്ചാലോ? ഒന്ന് നിൽക്കടി, ഞാനും കൂടി വരുന്നു. ഓടി ഓടി എൻ്റെ നടു തളർന്നു. എത്ര നേരമായി അലറി വിളിക്കുന്നു. അയ്യോ, ഞാൻ കേട്ടില്ല. അതെ, നീ എന്താ താമസിച്ചത്? അതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇതെന്ത് കൂത്താ? ഇന്നിവിടെ ഗാനമേള വല്ലതും ഉണ്ടോ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു കരോക്കെയുമായി വന്നേനെ. അറിഞ്ഞില്ലല്ലോ. വലിയ ഭക്തകളാണെന്ന് തോന്നുന്നു. വെള്ളയും ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. അല്ല, നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞ മറ്റു 2 എണ്ണത്തിനെയും കണ്ടില്ലല്ലോ. പിന്നെ എന്തായി നിന്റെ പുതിയ ജോലിക്കാര്യം? ആപ്പിളിൽ നിന്നും മൈക്രോസോഫ്റ്റിൽ നിന്നും വിളിയോടെ വിളിയാ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഞാനൊന്നും പോകുന്നില്ല. പിന്നെ വല്ല ആപ്പിൾ കുറിക്കാനായിരിക്കും. നീ എന്താ ഇത്രയും താമസിച്ചത്? ഇറ്റ്സ് ബീൻ എ ലോങ് ഡേ. രാവിലെ എനിക്ക് സുംബ ഡാൻസ് ഉണ്ടായിരുന്നു. നിനക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അതും കഴിഞ്ഞ് വരുമ്പോൾ ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും നമ്മുടെ കേക്കിൽ. അത് കഴിഞ്ഞ് വരുമ്പോൾ ഓൺലൈൻ ചാനൽ എൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവർ കൂടി വേണമെന്ന്. എന്ത് ചെയ്യാനാ ഈ സൗന്ദര്യമുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട്. അല്ല, നമ്മുടെ യൂട്യൂബർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ടേ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇഫ് യു ലൈക്ക് മൈ ചാനൽ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. നിർത്തടി, നീ ഇത്രയും സമയം എവിടെയായിരുന്നു? ഹോ, മലയാളമായിരുന്നോ? എൻ്റെ അമ്മേ, സ്വന്തം ഭാഷ ആയിരുന്നത് കൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞു മടുത്തു. ഇതൊക്കെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫായി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റാണല്ലോ അല്ലേ? നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യും. 10K ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബറിന്റെ രോദനം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, ജീൻസ്, പാൻസും ജീൻസുമോ? അതല്ല, ഫാൻസ്. അതൊക്കെ വിട്. പിന്നെ മണവാളം വരാറായോ? ഫോർ മണവാളൻ എന്നൊരു ക്യാപ്ഷനും കൂടി ഇട്ടാൽ പൊളിക്കും. മിനിമം ഒരു 10K ലൈക്ക് എങ്കിലും വാങ്ങിച്ചെടുക്കാം. ആ ലൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പം ചാറ്റ് ചെയ്തതിൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ നിങ്ങൾ ആരും ലൈക്ക് ചെയ്തില്ലല്ലോ. നീ വലിയ പുള്ളിയല്ലേ? കറണ്ട് കണക്ഷൻ ഇല്ലാത്ത വീട്ടിൽ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിക്കൊടുക്കുന്ന നിന്റെ ഫോട്ടോയ്ക്ക് എന്തിനാണ് ഞങ്ങൾ ലൈക്ക് അടിക്കുന്നത്? ഒരു SP. ഇതിൻ്റെ ഇടയ്ക്ക് അതും കണ്ടുപിടിച്ചോ? യജമാനൻ വരാറായെന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് അവനെ സ്തുതിച്ചുകൊണ്ട് വരവേൽക്കാം. എന്ത് വെപ്രാളാണ് പെണ്ണുങ്ങളെ ഇത്. പുള്ളിക്കാരൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. എന്നാൽ നമുക്കും വിളക്ക് കത്തിക്കാം. എണ്ണ എടുക്ക്. അയ്യോ, ഞാൻ സുംബ ക്ലാസിന്റെ ഇടയ്ക്ക് എണ്ണ എടുക്കാൻ മറന്നുപോയി. ഇവളോടും എടുക്കാൻ പറഞ്ഞതല്ലേ, നീ എടുത്തില്ലേ? ഞാനും എടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബാ, നമുക്ക് അവരോട് ചോദിക്കാം. ചോദിക്കാൻ ഇപ്പൊ കിട്ടും. ഹായ് ഗൈസ്, ക്യാൻ യു ഷെയർ സം ഓയിൽ പ്ലീസ്? അത് പിന്നെ
ഞങ്ങൾ തിരിച്ചു തരാം. മറന്നു പോയതുകൊണ്ടല്ലേ ചോദിക്കുന്നത്? അയ്യോ, ഞങ്ങളോടൊന്നും തോന്നല്ലേ. നിങ്ങൾക്ക് വേണ്ടി പകർന്നു തന്നാൽ അത് നിങ്ങൾക്കും ഞങ്ങൾക്കും തികയാതെ വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ അടുത്തുള്ള കടയിൽ നിന്നും വാങ്ങുന്നതല്ലേ നല്ലത്. ചുരുക്കം പറഞ്ഞാൽ നീ ഒന്നും ഞങ്ങൾക്ക് തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രചന വേഷക്കാരോട് ചോദിക്കേണ്ട എന്ന്. നിങ്ങൾ വാ, ഇവിടെ 24 hours ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ സ്റ്റോർ അടുത്തുള്ളപ്പോൾ നമ്മൾ എന്തിനാ അവരോട് ബെഗ് ചെയ്യുന്നത്? നമുക്ക് ഒരുമിച്ച് എൻ്റെ ബ്രാൻഡ് ന്യൂ ഫെറാറിയിൽ പോകാം. ഫോളോ മീ. വെള്ളയും വെള്ളയിട്ട് ഇറങ്ങിക്കോളും ഓരോരോ മാരണങ്ങൾ. കണ്ടാലോ ഭയങ്കര ഭക്തിയും ഭയവും. കയ്യിലിരിപ്പാണെങ്കിലോ ഇവളുമാരെല്ലാം എവിടെ പോയി? ഇവിടെ കാണുന്നില്ലല്ലോ. കണ്ടിരുന്ന കുറച്ച് തലയെ കൂടി ഒഴിച്ചു കൊടുക്കാമായിരുന്നു. അല്ല പിന്നെ അവളുമാരകത്ത് കയറി കഥ കടച്ചെന്നാ തോന്നുന്നത്. ഇനി നമ്മളെ പേടിച്ചെങ്ങാണ് മുങ്ങിയോന്ന എൻ്റെ ബലമായ സംശയം. യജമാനൻ വന്നോ? എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ. ഞങ്ങൾ വന്നു, കതക് തുറക്കൂ. ഞങ്ങൾ ഈ വാതിക്കെ തന്നെയുണ്ട്. പ്ലീസ് ഒന്ന് തുറക്കൂ. തുറക്കണമെങ്കിൽ കാര്യം ചൊല്ലുക. എന്ന ഈ ഉപമയിൽ സൂചിപ്പിക്കുന്നത് നമ്മുടെ വിളി എന്തെന്ന് മനസ്സിലാക്കാതെ ആർഭാടത്തിനും ഭൗമിക കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്താൽ മണവാളന്റെ രണ്ടാം വരവിൽ പിന്തള്ളപ്പെട്ടു പോകും. വിളക്കിൽ എണ്ണ കരുതിയ ആ ബുദ്ധിയുള്ള 5 കന്യകമാരെ പോലെ മണവാളന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. അതിനാൽ ആ ദിവസമോ സമയമോ അറിയാത്തതുകൊണ്ട് ജാഗരൂകരായിരിക്കുക.